അപ്പോൾ മത്തി ക്ലീൻ ചെയ്യണത് എല്ലാവരും ഇങ്ങനെ പറയുന്നത്, എൻ്റെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു ഓളെന്ത് വീട്ടിലാരുമില്ല സമയത്ത് മീനൊക്കെ ക്ലീൻ ചെയ്യണ സമയത്ത് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിരിക്കണത്. അപ്പോൾ സിമ്പിളായിട്ട് എന്നോട് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത് മീൻ ക്ലീൻ ചെയ്യണ വീഡിയോസ് എങ്ങനെയാണെന്നുള്ളതൊന്ന് ട്യൂട്ടോറിയൽ ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ തുടങ്ങാം. നമ്മുടെ തന്നെ ഏറ്റവും ടോപ്പ് മത്സരമായിട്ടുള്ള മത്തിന്ന് തുടങ്ങാം. അപ്പോൾ നമ്മളിത് സൈഡൊക്കെ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെതുമ്പൽ ക്ലീൻ ചെയ്യുമ്പോൾ അറിയാലോ, ചെതുമ്പൽ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു 10 മിനിറ്റൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട്, ഈ വാങ്ങിക്കൊണ്ട് 10 മിനിറ്റൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒക്കെ താവും. അപ്പോൾ നമ്മൾ ആദ്യം അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹോട്ടൽ ക്ലീനിങ് അല്ല, വീട്ടിലേക്കുള്ള ക്ലീനിങ് ആണ്. വീട്ടിലേക്ക് എങ്ങനെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം. നമ്മളുടെ ഈ ഭാഗം നല്ല ഉഷാറാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലൊരിതുണ്ടാവും, അത് നല്ല കറക്റ്റായിട്ട് കത്രിക ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കിട്ടും. അപ്പോൾ എനിക്ക് എളുപ്പം കത്തിയാണ്, കത്രിയേക്കാളും എനിക്ക് എളുപ്പം കത്തിയാണ്. പിന്നെ ഹോട്ടലിലേക്കാണെങ്കിൽ തല വെട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇതാണോ ഈ ഒരു രീതിയിലാണ് എടുക്കുക. അപ്പോൾ ഹോട്ടലിലേക്കല്ല, വീട്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം അതല്ലേ ഇങ്ങനെ എടുത്തിട്ട് മത്തിയുടെ വയറ് മുള്ളുണ്ടാവും. നമ്മളിത് ക്ലീൻ ചെയ്യാൻ എടുത്തുകൊണ്ട് കൂട്ടത്തിൽ ഏറ്റവും പൊട്ടിയ മത്തിയാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുള്ള് ഭയങ്കരമായി, മുള്ള് നമ്മൾ നേരത്തെ പറയുന്നത് തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാണ്. അപ്പോൾ ഒരു ടിപ്പും കൂടെ ഉണ്ട്. മീനിൻ്റെ മുള്ളാണ് തൊണ്ടയിൽ കുടുങ്ങുന്നതെന്നുണ്ടെങ്കിൽ കാർബണേറ്റഡ് വാട്ടർ ഉണ്ടല്ലോ, അതായത് പിന്നെ പെപ്സി, കൊക്കോകോള, 7up, മിറിൻഡ, ഈ സാധനങ്ങളൊക്കെ. ഇതുകൊണ്ടൊക്കെ എനിക്കറിയാവുന്ന ആകെയുള്ളൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ പിന്നെ മുള്ള് തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഇത് കുടിച്ചാൽ മതി. അവസാനമല്ല, അതായത് നമ്മൾ പഴവും പിന്നെ പച്ചവറ്റും വാരി നിന്നിട്ടൊന്നും പോയില്ല, വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടൊന്നും പോയില്ല എന്നുണ്ടെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിച്ചാൽ മതി, പണി നല്ല ഉഷാറായിട്ട്. അപ്പോൾ മീനുമാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ട്യൂട്ടോറിയൽ കാണിക്കും. അപ്പോൾ ആരെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ, പിന്നെ തല വേണ്ടാത്തവരാണല്ലോ, തലൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല ഇറച്ചി ഉണ്ടാവും, നല്ല അടി. മീനിൻ്റെ തലയൊക്കെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഭാഗമാണ് മീനിൻ്റെ എപ്പോഴും വയറ്, തല. പിന്നെ മീൻ കേട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കേട് വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പിന്നെ മോശമായിട്ട് വരുന്നത് വയറാണ്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ മീൻ വാങ്ങുമ്പോൾ അവർ വലിയ മീനൊക്കെ വാങ്ങുമ്പോൾ വയറ് വെട്ടി ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി, മീൻ കേടായിരിക്കും. കാരണം വയറാണ് മീനിൻ്റെ എപ്പോഴും പെട്ടെന്ന് കേട് വരിക. അപ്പം മീൻ വയറ് കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ വയറിനുള്ളിൽ പച്ചയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മത്തിക്കും അതിലൊക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വലിയ മീനുകൾ, കേദർ, സൂത, കപ്പൻസ്, അങ്ങനത്തെ പിന്നെ പൂമീൻ, അങ്ങനത്തെ മീനുകളൊക്കെ ആകുമ്പോൾ വയറിനുള്ളിൽ പച്ച കളറ്, അല്ലെങ്കിൽ പിന്നെ മോശം രീതിയിലുള്ള മഞ്ഞ കളറ്, കുറച്ച് ബാഡായിട്ടുള്ള രീതിയിൽ മഞ്ഞ കളറ്, പിന്നെ അലിഞ്ഞ രീതിയിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ മീൻ മോശമായിരിക്കും. അപ്പോൾ മീനിൻ്റെ വയറാണ് ഏറ്റവും പെട്ടെന്ന് കേടാറ്. അതുപോലെ കണ്ണൊക്കെ, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മത്തി ഇത്രയേ ഉള്ളൂ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. താങ്ക് യു.